ഹായ് സ്റ്റുഡൻസ്. സോ ഇന്ന് നമ്മളുടെ പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ചാപ്റ്റർ. സോ നോക്കടാ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തരും അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ടോട്ടൽ 100 മാർക്സിനാണ്. ഈ 100 മാർക്സിൽ 2 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഫസ്റ്റ് സെക്ഷൻ എ 80 മാർക്കിനും, രണ്ടാമത്തത് സെക്ഷൻ ബി 20 മാർക്കിനും. ഈ സെക്ഷൻ 20 തന്നെ ബിയിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഓപ്ഷൻ 1, രണ്ടാമത്തെ ഓപ്ഷൻ 2. ഓക്കെ, ഈ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് എന്താ? നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഫൈനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞ പോർഷൻ, അതായത് റേഷ്യോ. അതിലെന്തൊക്കെ വരുന്നത്? റേഷ്യോസ് വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഇത് രണ്ടാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാം, ഓപ്ഷൻ 1 പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ 2 പഠിക്കാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഇതിലും 20 മാർക്കിന് ഇതുണ്ടാവും, ഇതിലും 20 ഉണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. സോ നോക്കിക്കോ, അപ്പൊ ഇവിടെ നോക്കി അപ്പൊ ഈ രണ്ടാമത്തെ ഓപ്ഷനാണ്. ഈ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ആൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ആൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്കുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻസ് ഇത് താഴെ പറയുന്നതൊക്കെയാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, അതിൽ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്, അതുപോലെ തന്നെ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ, ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്, ഡാറ്റാബേസ് മാനേജ്മെന്റ് അക്കൗണ്ട് സിസ്റ്റം. സോ നോക്കട്ടെ, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പം നോക്കട്ടെ, മറ്റേ നമ്മൾ റേഷ്യോസ് പഠിക്കും. കുറച്ചുകൂടെ മാത്സും കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് അതായിരിക്കും എളുപ്പം. ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ നിങ്ങൾ ഇലക്ട്രോണിക് ആയിട്ട് ഒന്നുകൂടെ കണക്റ്റഡ് ആണെങ്കിൽ മേ ബി ഇതും പഠിക്കാം നിങ്ങൾക്ക്. ഓക്കെ, യെസ്. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഈ ഫസ്റ്റ് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? TMA പോർഷനാണ്. സോ ഞാൻ ഇതെന്ത് ചെയ്യും? പെട്ടെന്ന് തീർക്കും. ഓക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോകും. ഓക്കെ, ബാക്കിയുള്ള 3 പോർഷൻസ് ആണ്, അല്ലെങ്കിൽ 3 യൂണിറ്റ്സ് ആണ് നമുക്ക് എന്തിനുള്ളത്? എക്സാം പോർഷൻ ഉള്ളത്. ഓക്കെ, കാരണം സ്പ്രെഡ്ഷീറ്റ് എന്താന്ന് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇതിൽ എന്താ പഠിക്കുന്നത്? സ്പ്രെഡ്ഷീറ്റ് എന്താന്ന് പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുന്നുണ്ട്, അത് എങ്ങനെയാണ് അതിൽ സെല്ലും കാര്യങ്ങളൊക്കെ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, പിന്നെ കാൽക്കുലേഷൻസ് ഇൻ എക്സെല്ലിൽ നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ എങ്ങനെ ചെയ്യാം. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് വേരിയസ് റിപ്പോർട്ട് ഓൺ എക്സെല്ലിൽ എങ്ങനെയാണ് പല റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ഫസ്റ്റ്, മീനിങ് ഓഫ് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റിന്റെ മീനിങ് എന്താണ്? ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് കോമ്പിനേഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ എക്സൽ കേട്ടിട്ടുണ്ടോ? കുറേ കള്ളികളൊക്കെ ഉള്ള, നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വല്ല ടെക്സ്റ്റൈൽസിലും പോകുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടെ കണ്ടിട്ടുണ്ടാവും. എക്സൽ, മൈക്രോസോഫ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതിലെന്താണ്ടാവുക? കുറേ റോളംസ് ഉണ്ടാവും, റോസ് ആൻഡ് കോളംസ്. ഇങ്ങനെ കുറേ കള്ളികൾ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ കള്ളി. ഓക്കെ, അത് വിഷ്വലി സ്പ്രെഡ്ഷീറ്റ് ലുക്ക് ആയിട്ട് അതർ മെട്രിക്സ് വിത്ത് കോളം. കുറേ റോളംസും കോളുള്ള കള്ളികളാണ് എന്ത്? നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വർക്ക് ഷീറ്റ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? വർക്ക് ഷീറ്റ്. ദിസ് വർക്ക് ഈസ് ടു ലാർജ് ഹ്യൂമൻ ഐ കനോട്ട് വ്യൂ ഇറ്റ്സ് കോളംസ് ആൻഡ് റോസ്. ഇവിടെ എത്ര വളരെ വലുതാണ്, നമുക്ക് എത്ര ഡാറ്റയും വേണമെങ്കിൽ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനത്തെ ന്യൂമറസ് റോസ് ആൻഡ് കോളംസ് ഉള്ളതാണ് എന്ത്? ഷീറ്റിന് എന്ന് പറയുന്നത് സ്പ്രെഡ് ഷീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. ഇറ്റ് ഈസ് നോർമലി യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ ആൻഡ് കമ്പാരിസൺ ഓഫ്, എന്തിനാണ്? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഡാറ്റാസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ആൻഡ് കമ്പാരിസൺ ഓഫ് ന്യൂമറിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ. ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ കമ്പയർ ചെയ്യാനും അതുപോലെ തന്നെ അത് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അതുപോലെ തന്നെ അറൈവിങ് ദ ഡിസൈഡ് റിപ്പോർട്ട്. നമുക്ക് പല ഡാറ്റ ഉപയോഗിച്ചിട്ട് പല റിപ്പോർട്ട്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ എന്ത് നമുക്ക് ഉപയോഗിക്കാം? സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ വർക്ക് ഷീറ്റ് നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഇനി ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ അതൊരു എന്താ പറയുന്നത്? കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. കമ്പ്യൂട്ടറിൽ ആൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ദാറ്റ് അലോസ് ദാറ്റ് യൂസർ ടു ആഡ് ആൻഡ് പ്രോസസ് ഡാറ്റ. അതിലോട്ട് പല ഡാറ്റാസ് ആഡ് ചെയ്യാനും അത് പ്രോസസ്സ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യാം. ഓക്കെ, the concept of the electronic spreadsheet can well be understood with the example of MS Excel. മൈക്രോസോഫ്റ്റ് എംഎസിൻ്റെ ഫുൾ ഫോം എന്താണ്? മൈക്രോസോഫ്റ്റ് എക്സൽ വഴി നമുക്ക് ഇത് ഈസിലായിട്ട് മനസ്സിലാക്കാൻ ചെയ്യാൻ പറ്റും. കാരണം വൺ ഓഫ് ദി എന്താ പറയുക ബെസ്റ്റ്
പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്ക്ഷീറ്റാണ് MS Excel എന്ന് പറയുന്നത്. ഇനി എന്താണ് ബേസിക്സ് ആൻഡ് ഫീച്ചേഴ്സ്? ഗ്രിഡ്, ഫസ്റ്റ് വൺ ആണ് ഗ്രിഡ്. By definition, the spreadsheet is seen grid structured by the number of rows and columns. കുറേ നമ്പർ ഓഫ് കോളംസ് ഇതൊക്കെ ഉണ്ട്. ഓക്കെ, യെസ്. ഓരോന്നിൻ്റെയും എന്തെന്നുണ്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാകും കോളംസ്. അതുപോലെ തന്നെ താഴെ എന്തുണ്ടാവും 1 2 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ്. സോ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നുണ്ടോ? ഈ കാണുന്നതാണ് എക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തു ഉണ്ടോ? ഇപ്പം ഇതിലുണ്ടോ A1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട് ഇവിടെ കുറേ കോളംസ്. ഓക്കെ, ഉണ്ട്. ഇതിലിപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുക്കുകയാണ് 26. ഓക്കെ, താഴെ ഒരു 36. ഇത് രണ്ടും പടം എനിക്കിപ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം മുകളിൽ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 36. ഓക്കെ, ഇത് രണ്ടും പടം ആണ്ടാണ് ആഡ് ചെയ്യാൻ നോക്കി സിക്വൽ ടു ഇതും ഈ കോളവും. സോ നോക്കിക്കോ, സിക്വൽ ടു ഈ കോളം പ്ലസ് ഈ കോളം ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ 62 കിട്ടി. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ആഡ് ചെയ്യാനുള്ളൊരു ഇത് പറഞ്ഞതെന്ന് മാത്രം. ഓക്കെ, ഇതിൽ നമുക്ക് കണ്ടത് ബോൾഡ് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പല ഇതുണ്ട്, ഹൈലൈറ്റ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉള്ളതാണ് എന്ത് സ്പ്രെഡ്ഷീറ്റ്. ഓക്കെ, ഇതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ എന്ന് പറയും. ഓക്കെ, എക്സൽ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ്ഷീറ്റ്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മൾ ടെസ്റ്റിലോട്ട് തന്നെ പോകാം. ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടല്ലോടാ എക്സൽ എന്താണെന്നുള്ളത്. സോ അതിലെന്താ കുറേ ഗ്രിഡ് ലൈൻസ് ഉണ്ടാവും. ഗ്രിഡ് ലൈൻസ് പറഞ്ഞാൽ ലൈൻസ് ആണ്. അതുപോലെ തന്നെ എലമെൻറ്റ്. വാട്ട് ഈസ് എലമെൻറ്റ്? ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ റോ ആൻഡ് കോളംസ്. ഒരു റോയും കോളവും ഉള്ളതിനെ നമ്മൾ എലമെൻറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് ഇത് A എന്ന് പറഞ്ഞൊരു കോളം, ഇത് 1 എന്ന് പറഞ്ഞ റോ. അപ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടുന്നതില്ല, ഇതൊരു എലമെൻ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി കേട്ടോ, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ലൈൻസ് വ്യൂ, ഫങ്ഷൻസ്, ഫോർമാറ്റിങ്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇതിൽ ഫങ്ഷൻസ് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം, പല റിപ്പോർട്ട്സ് എടുക്കാം. ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു നോർമലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ ചെയ്യുന്ന മെയിൻ എന്ന് പറഞ്ഞാൽ ഈ എക്സൽ ചെയ്യാൻ പറ്റും. അടുത്താണ് ഫോർമാറ്റിംഗ്. പല ഫോർമാറ്റ്, ടെസ്റ്റ് ഫോർമാറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ റിപ്പോർട്ട് അതുപോലെ തന്നെ സേവ്, പ്രിന്റ്, എക്സ്പോർട്ട്. സേവ് ചെയ്യാൻ പറ്റും, അത് പ്രിന്റ് എടുക്കാൻ പറ്റും. പ്രിന്റ് ചെയ്ത സാധനം എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫോമിൽ നിന്ന് മറ്റൊരു സോഫ്റ്റ്വെയറിൻ്റെ ഫോമിലോട്ട് പോവുക. ഫോർ എക്സാമ്പിൾ എക്സൽ, ടാലി എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. യെസ്, വേണമെങ്കിൽ നമുക്ക് എക്സലിൽ നിന്ന് ടാലിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ടാലിയിൽ നിന്നും എക്സലിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യില്ലടാ. ഇപ്പോൾ എക്സൽ എടുത്ത് നമ്മൾ ടാലിയിലോട്ട് ഇടുക, അല്ലെങ്കിൽ ടാലിയിൽ നിന്ന് നമ്മൾ എക്സലിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതിനെ എക്സ്പോർട്ട് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ വർക്ക് ഷീറ്റ് ആൻഡ് വർക്ക് ബുക്ക് ഉണ്ടോ? ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലടാ, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനാണ് വർക്ക് ഷീറ്റ് ഇൻ എക്സൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിൽ കൂടുതലായിട്ട് കുറേ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അങ്ങനെ വായിച്ചു നോക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, കാരണം പറഞ്ഞു ഇത് TMA പോർഷനാണ്, ദാറ്റ്സ് വൈ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പരിചയപ്പെടുത്തി പോവാം. പിന്നെ പറഞ്ഞു ഫസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ സെൽ പോയിൻ്റർ. മൂവ്മെൻറ്റ് സെൽ പോയിൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേസർ ഇല്ലേ, നമ്മുടെ മൗസ് നീക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആക്ച്വലി എഴുതാൻ എത്ര പാടുള്ളൂ, പക്ഷെ അത് ചെയ്യാൻ ഒരു പാടുമില്ല. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതിന് ഏത് സെല്ലാണ് വേണമെങ്കിൽ ഷോർട്ട് കട്ട് ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏത് സെല്ലാണ് വേണ്ടത് വെച്ചാൽ, സെൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതിൽ ഓരോ കള്ളികളെയും നമ്മൾ സെൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ എക്സൽ ഷീറ്റിൽ കാണുന്ന കുറേ കള്ളികളുണ്ടല്ലോ, അതിന് എക്സൽ എന്താ പറയുന്നത്, സെൽ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ വേണമെങ്കിൽ അതുകൂടെ ഇതിലൊന്ന് ആഡ് ചെയ്യാം കേട്ടോ, ജസ്റ്റ് വെയിറ്റ്. സോ അപ്പോൾ ഇതാണ് എക്സൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കാണുന്നുണ്ടാവും, ടെസ്റ്റും കാണുന്നുണ്ടാവും, അതുപോലെ തന്നെ എക്സലും കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഓരോ പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇപ്പം ഇങ്ങനെ ഇതുണ്ട്, ഇതൊക്കെ ഓരോ സെല്ലാണ്. ഓക്കെ, അതിൽ വേണമെങ്കിൽ എനിക്ക് മൾട്ടിപ്പിൾ സെൽസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോക്കണം, അതിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് ഒക്കെ വരും. അതാണ് ഇവിടെ. ഇനി നോക്കട്ടെ, ഫോർമുല ബാർ. ഇതിലുണ്ടോ ഫോർമുല ബാർ എന്ന് കണ്ടിട്ടുള്ളത്? ഇവിടെ ഫോർമുല ബാർ എന്ന് കണ്ടടാ. യെസ്, ഈ ഫോർമുല ബാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, ഈ FX എന്ന് പറയുന്ന അവിടെ ഒരു ഇത് എഴുതിക്കണുണ്ട്, അവിടെ ഒരു സാധനം കണ്ടോ, ഇവിടെ ഒരു
ഗ്യാപ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത്, ആ ടൈപ്പ് ചെയ്യുന്ന ഏരിയ ഉണ്ടോ, അതിനെ നമ്മൾ ഫോർമുല ബാർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അവിടെയാണ് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ കാണാം. ഞാൻ നേരത്തെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടോ, ഇവിടെ ഈ 62 പറയുന്നത് എന്താ, 26ഉം 36ഉം ആഡ് ചെയ്തത്. അപ്പോൾ ഈ 26 എന്ന് പറഞ്ഞാൽ നോക്കി വേണ്ട, പക്ഷെ നമ്മൾ അതിൽ വെച്ചപ്പോൾ രണ്ടും കൂടെ കൂട്ടിയ ആ സെല്ലിൽ വെച്ചപ്പോൾ നമ്മൾ എന്താ കണ്ടത്, അത് വേണമെങ്കിൽ ഇതൊന്ന് സൂം ചെയ്യുക. നമുക്കിത് സൂം ചെയ്യാനൊക്കെ പറ്റും. സോ നോക്കിക്കോ, ഇപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ 26ഉം 36ഉം അല്ലേ ഇവിടെ. അപ്പോൾ ഈ 26 എന്ന് പറഞ്ഞാൽ ഈ കോളം നോക്കണം, ഈ കോളത്തിൻ്റെ പേരാണ് ഇവിടെ B17 എന്ന് കാണിക്കുന്നത്, അതായത് B17 ആണ്. അപ്പോൾ B എന്ന് പറഞ്ഞ കോളത്തിൽ എത്രാമത്തെ റോ, 17ാമത്തെ റോ, അതുകൊണ്ടാണ് B17 എന്നാണ്. ഉണ്ട്, ഇനി അതിൻ്റെ 36ലോട്ട് മാറ്റിയാലോ, ഉണ്ടോ B18. ഇനി നോക്കട്ടെ, ഇനി 62 എന്ന് പറഞ്ഞ അതിൽ കാണിക്കും, നോക്കാം B17 പ്ലസ് B18, അതായത് B17 ആ കോളത്തിൽ എഴുതിയതും B18 എഴുതിയതും നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതിനപ്പോൾ ഫോർമുല ബാർ എന്ന് പറയാം. ഇനി സെലക്ട് നോക്കാം, അടുത്തൊരു നോക്കേ, സെലക്ട് മൾട്ടിപ്പിൾ സെൽസ് എന്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മളിതിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കട്ടോ. വേണമെങ്കിൽ നോക്കേ, ഇതിൽ 2-3 തണ്ടം ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, യെസ്. പിന്നെ എന്താ, സെലക്ട് റോയോ കോളൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടോ ഫുള്ള് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഇത് തീരൂല കേട്ടോ, അത് എത്ര പോയാലും. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നോക്കടാ HFD വരെയൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് തീരൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇനിയും എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ABC കഴിഞ്ഞ് നമ്മുടെ ABCDEFGHIJK A കഴിഞ്ഞാൽ നോക്കിയാൽ Z കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങണം. ഓക്കെ, ഉണ്ട്, Z കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തുടങ്ങും, AA AB ABC അങ്ങനെയൊക്കെ പോകും. ഓക്കെ, യെസ്. ഇനി കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ നോക്കിയ ഫോർ എക്സാമ്പിൾ 26 എനിക്ക് Ctrl+C അടിച്ചിട്ട് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്, ഇവിടെ അങ്ങനെ കോപ്പി ഉണ്ട്, ഇവിടെ കോപ്പി എന്നുണ്ടോ, കോപ്പി എടുക്കുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് എന്ന് കൊടുക്കുക. വേറെ സ്പേസ് പേസ്റ്റ് ഉണ്ട്. അപ്പോൾ 26 ഇവിടെ വന്നില്ല. അങ്ങനെ കോപ്പി ആൻഡ് പേസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ മുകളിലും അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, യെസ്. ഇനി ക്ലിപ്പ് ബോർഡ്, ഈ മുകളിലുള്ള ഈ ബോർഡിനെ പറയുന്ന പേരാണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുറേ ഓപ്ഷൻസ്. ഇവിടെ ക്ലിപ്പ് ബോർഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ ഫോണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ക്ലിപ്പ് ബോർഡ് കാണുന്നുണ്ടോ, എനിക്ക് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. ഈ മൂലക്ക് ഈ കോർണറിൽ ഉണ്ടാവില്ലടാ, അതിനെ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്ലിപ്പ് ബോർഡിൻ്റെ ഇവിടെ കട്ട് ചെയ്ത പോർഷൻ ഇവിടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ എന്താ പറയുക, കുറേ ഫോണ്ട്, ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്ത് നോക്കടാ. സോ അത് പറഞ്ഞാൽ പെർഫോമിങ് കാൽക്കുലേഷൻസ് ഇൻ എക്സൽ. ഞാൻ പറഞ്ഞു എക്സലിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഇനി വേണമെങ്കിൽ ഇൻറ്റു ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമുക്ക് ഇൻറ്റു ചെയ്യണമെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ സപ്പോസ് ഈ 2 കോളംസ് ഈക്വൽ ടു ഇടുക ആദ്യം, എന്നിട്ട് ഈ കോളം 26ഉം ഇൻറ്റുവിന് നമ്മൾ ഇൻറ്റു ഇങ്ങനെ ഇടുക കേട്ടോ, സ്റ്റാർ പോലെ. എന്നിട്ട് 26 ആണ് ഇൻറ്റു ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈക്വൽ ടു 676, 26 × 26 ആണ് 676. ഇനി ഞാൻ ഇപ്പോൾ ഇവിടെ 26ന് പകരം വേറെ ഏതൊരു 30 അടിച്ചു കൊടുത്ത് വിചാരിക്കുക, അത് ഓട്ടോമാറ്റിക്കലി എന്തായി, അവിടെ കാൽക്കുലേഷൻ 750 മനസ്സിലായോ. ഞാൻ 30ന് പകരം ഞാൻ 40 അടിച്ചു നോക്കി, അത് 1040 കണ്ടോ. അപ്പോൾ ആ കുളത്തിലുള്ള രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരിക, മനസ്സിലായോ. സോ അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് മാറ്റാൻ പറ്റും. അതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കാം, പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാൻ, ഡേറ്റ്, ടൈം, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ലിങ്കിങ് വർക്ക്ഷീറ്റാണ്, പല ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പല ഫോണ്ട് ഇതൊക്കെയുണ്ട്. അപ്പോൾ ഫോണ്ട് എന്ന് പറഞ്ഞതിലുണ്ട്, ഞാൻ പറഞ്ഞു നേരത്തെ, എനിക്ക് വേണമെങ്കിൽ ഇതിലുണ്ട്, അത് ബോൾഡ് ചെയ്യാം, അതിനെ ഫോണ്ട് എന്ന് പറയാം. ഫോണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പണ്ട് അതിൻ്റെ റെഡ് കളറാക്കാം, അതിൻ്റെ സൈസ് വേണമെങ്കിൽ കൂട്ടാം. ആക്ച്വലി ഇതൊരു പ്രാക്ടിക്കൽ സെക്ഷൻ പോലെയാണ്, മനസ്സിലായോ. അതൊക്കെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. പിന്നെ ഫോർമാറ്റ്സ്, സെൽ ഡയഗണൽ ബോക്സ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ പഠിക്കണം.
നമ്മൾ പറഞ്ഞു ഓൾറെഡി TMA ആണ്. സോ അതാണ് ഞാനിത് ഡിസ്കസ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്. പിന്നെ കണ്ടീഷണൽ ഫോർമാറ്റ് ഉണ്ട്, പല പല ഫോർമാറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഹെഡ് ക്രിയേറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. പിവറ്റ് ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലുണ്ട്. സോ ഇവിടെ ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പിവറ്റ് ടേബിൾ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഡാറ്റ അല്ല, ഹോമിലാണ് തോന്നുന്നു. സോ നോക്കണം, നമുക്ക് ഇവിടെ പിവറ്റ് ടേബിൾ എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഇൻസേർട്ടിലാണ് പിവറ്റ് ഉണ്ട്. ഇൻസേർട്ടിൽ വന്നാണ്ടാവും. ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ മുകളിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻസേർട്ടിൽ വന്നാൽ ഇവിടെ എന്താ പറയുക പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ഇപ്പോൾ പിവറ്റ് ടേബിൾ എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത് നമുക്ക് കമ്പ്യൂട്ടറിലൂടെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എക്സാമിൻ്റെ ഹാളിൽ. ഓക്കെ ഓക്കെ അതോടുകൂടി നമ്മളിപ്പോൾ സ്പ്രെഡ്ഷീറ്റ് എന്താണ് ജസ്റ്റ് പരിചയപ്പെടുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ ഇനി ഇതാണ് എന്ന് പറയുന്നത് ആക്ച്വലി തിയറി പോർഷനാണ്. ഓക്കെ യെസ്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് എന്താ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനാണ്, ഇതിൽ നമുക്ക് ഒരുപാട് കാര്യം ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ GST, ടാക്സ്, നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ വേണമെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ നല്ല ഇപ്പോൾ ടാലി പോലുള്ള വേറെ സോഫ്റ്റ്വെയർസും ഉണ്ട്, ഒന്നുകൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു യൂണിറ്റിലോട്ട് പറയാം. ഇനി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതിലൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഇവിടെ പറയാറ് തൗസൻഡ്സ് ഓപ്ഷൻസും ഇതൊക്കെ ഉണ്ട്. സോ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാറ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ നിങ്ങളൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താൻ മാത്രമേ അവരും അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്, തിയറി പോർഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ സോ നോക്കടാ, അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് കണ്ടു, അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കുന്നത് എന്തിനാണ് ഈ സ്പ്രെഡ്ഷീറ്റ് ബിസിനസ്സിൽ യൂസ് ചെയ്യേണ്ട പേർപ്പസ് എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ഓക്കെ സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് പേറോൾ അക്കൗണ്ടിങ്. ഓക്കെ നമ്മൾ പറഞ്ഞു കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ അപ്പോൾ പേറോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുക, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ കോമ്പോണൻസ് ഓഫ് പേറോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, മീനിങ് ഓഫ് സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ഡിപ്രീസിയേഷൻ്റെ മീനിങ് എന്താ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ കാണാനുള്ള കുറേ മെത്തേഡ്സ്, കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്, അതുപോലെ തന്നെ മെയിൻ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ ഫസ്റ്റ് പേറോൾ. എന്താ പേറോൾ എന്ന് പറഞ്ഞാൽ എവറി എംപ്ലോയി ഇൻ ആൻ ഓർഗനൈസേഷൻ പെയ്ഡ് റെമ്യൂണറേഷൻ ടു കോമ്പൻസേറ്റ് ഫോർ സർവീസ് റെൻഡറിങ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ സിമ്പിളാണ്, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ തരണ്ടായി, അതിനെയാണ് പേറോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. ഇതിനെ സാധാരണ നമ്മൾ എന്ത് വിളിക്കുക, സാലറി എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറ്, സാധാരണ നമ്മൾ വിളിക്കാറുള്ളത്. സാലറി ഈസ് പേയബിൾ വിത്ത് റെസ്പെക്ട്സ് ടു പ്രീ ഡിറ്റർമിൻഡ് പീരിയഡ് ഓഫ് ടൈം. അല്ലേ, നമ്മൾ ആ സാലറി എത്രയാണെന്നുള്ളത് നമ്മൾ അവിടെ ഒരു ബിസിനസ്സിൽ നമ്മൾ അതിൻ്റെ പാർട്ടാവുമ്പോൾ നമ്മൾ എന്ത് ഉണ്ടാവും, ആൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. യൂഷ്വലി എ മന്ത്, സാധാരണ ഓരോ മാസത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്, സാലറി കൊടുക്കാറുള്ളത്. ഓക്കെ and that's why the salary is normally spaced on a monthly basis. ഓരോ മാസം അനുസരിച്ചാണ് സാധാരണ സാലറി എന്ത് ചെയ്യാറുള്ളത്, ഫിക്സ് ചെയ്യാറുള്ളത്. ഓക്കെ യെസ്. അപ്പോൾ അതാണ് പേറോൾ. അപ്പോൾ പേറോളിൻ്റെ ഓരോ കമ്പോണൻസ് പറയുന്നത്, പേറോളിൻ്റെ ഓരോ ഭാഗങ്ങൾ. എവറി എംപ്ലോയി appointed by an organization enter into a contract of service. His pay rules are incorporated as terms of conditions employment. സോ നോക്കണം, ഓരോ എന്താ പറയുക ബിസിനസ്സിലും നമ്മളൊരു എംപ്ലോയിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്. കറൻറ്റ് പേറോൾ പീരീഡ് എന്ന് പറയുന്നത് എന്താ, മന്ത്ലി കൊടുക്കും, ചിലപ്പോൾ ഇയർലി ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ ഇയർലി പ്ലാൻ ഉള്ളത്. അതിൽ പല ഈ സാലറി എന്ന് തന്നെ പറയുന്നത്, നിങ്ങളൊരു കറക്റ്റ് ഒരു നോർമൽ ഒരു വർക്കൊക്കെ ചെയ്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ പരിചയം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളൊരു വലിയ ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ആണ് ഈ സാലറി എന്ന് പറയുന്നത് കുറേ കമ്പോണൻസ് ആയിട്ട് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇത് പല പല പേർപ്പസിനാണ്. ഫസ്റ്റ് ആണ് ബേസിക് സാലറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെ നിങ്ങൾ പല പല ഓർഗനൈസേഷനിലൊക്കെ, വലിയ ഓർഗനൈസേഷനിലൊക്കെ, അതായത് ഇപ്പോൾ കമ്പനി പോലുള്ളതിലൊക്കെ ഇതാക്കുകയാണെങ്കിൽ അവർ പല പല കാറ്റഗറൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ സാലറി സ്ലിപ്പിൽ കാണാൻ പറ്റും. ബേസിക് പേ, ഇറ്റ് ഈസ് ദ പേ, ദ സ്കെയിൽ പ്ലസ് ഗ്രേഡ് പേ, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് സ്പെഷ്യൽ പേ.
സ്പെഷ്യൽ പേ, അതായത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു സാലറി ഉണ്ടാവും. അപ്പോൾ സപ്പോസ് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, അവരൊരു ബേസിക് സാലറി 5,000 ഫിക്സ് ചെയ്തെന്ന് വിചാരിക്കും. അതായത് ഈ 5,000 നിങ്ങൾക്ക് എന്ത് ചെയ്യും, വേറെ ഒന്നിനുമല്ല, 5,000 നിങ്ങളുടെ ഒരു ബേസിക് ആയിട്ട്, അതാണ് നിങ്ങളുടെ ബേസിക് സാലറി. ഓക്കെ, അതാണ് ആക്ച്വൽ സാലറി. ഓക്കെ, അതായത് നിങ്ങളുടെ തുടക്കം. പിന്നെ അതിൻ്റെ മുകളിൽ ഇൻസെൻറ്റീവ്സ് ഒക്കെ വരും, അതാണ്. പിന്നെ ഗ്രേഡ് പേ, വേറൊരു കമ്പോണന്റ് ഗ്രേഡ് പേ. ഇറ്റ് ഈസ് പേ ടു ആഡർ ടു ബേസിക് പേ അക്കോർഡിംഗ് ടു ദ ഡെസിഗ്നേഷൻ ഓഫ് എംപ്ലോയി അപ്ലിക്കബിൾ ബാൻഡ് ഓർ സ്കെയിൽ പ്ലേ. ഇത് നോക്കണം, പല പല ഇതിൽ കൊടുക്കും. ചിലപ്പോൾ ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ മാനേജർ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 2,000 രൂപ വേറെ തരും. അങ്ങനെ പല പല കമ്പോണൻസ് ആയിട്ട് വേണം. പിന്നെ ഡിയർനെസ് പേ, അത് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ഡിയറൻ അലവൻസ് വിച്ച് ഹാസ് ബീൻ ഡിക്ലെയർഡ് ഓർ ഡീം ടു ഹാവ് ബീൻ മേജർ വിത്ത് ദ ബേസിക് പേ. പിന്നെ വേറൊരു പേരാണ് ഡിയർനെസ്. ഓക്കെ, അതായത് എത്രത്തോളം നിങ്ങൾ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു അതിൻ്റെ ബേസിസിൽ ഡിയർനെസ് അലവൻസ്. അലവൻസ് എന്ന് പറഞ്ഞാൽ സഹായം, പല പല സഹായൻസ്. ഇപ്പം നമുക്ക് നോക്കടാ, ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ റിയൽ ടൈം, ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു ടീച്ചറാണെന്ന് വിചാരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് 1,000 എന്ത് വരും, 5,000 തരും. പിന്നെ ഹൗസ് റെൻ്റ് അലവൻസ്, നിങ്ങൾക്ക് ചിലപ്പോൾ റെൻറ്റിന് അവിടെ താമസിക്കായിരിക്കും. അങ്ങനെ വെച്ചാൽ ആ റെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി സഹായിക്കും. ചിലപ്പോൾ അതൊരു 2,000 തരും. പിന്നെ വേറെ എന്തെങ്കിലും ഡിയർനെസ്, അതാണ് അലവൻസ് പറയുന്നത്. വേറെ എന്തെങ്കിലും ടീ ആൻഡ് അതുപോലെ തന്നെ റിഫ്രഷ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 1,000 തരും. അങ്ങനെ ഇതെല്ലാം കൂടെ കൂടുന്നതാണ് എന്ത്, സാലറിയാണ്. ഓക്കെ, അപ്പോൾ ഡിയറിന് അലവൻസ് തരും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഹൗസ് റെൻ്റ് അലവൻസ്. ഹൗസ് റെൻ്റ് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റെൻറ്റിനായിരിക്കും താമസിക്കുന്നത്. എന്ന് വെച്ചാൽ ഹൗസ് അതിനാവശ്യമായിട്ടുള്ള ഇത് തരും. ഓക്കെ, യെസ്, ഇതിന് നമ്മളുണ്ടാവും. ഡിയർനെസ് പേയും ഉണ്ട്, അലവൻസും ഉണ്ട്. ഇറ്റ് ഈസ് എ compensation of erosion in a particular purchase power of wage earning due to price rise. നോക്കടാ, ഇതെന്ന് പറയുന്നത് എന്തോടാ, ചിലപ്പോൾ എറോഷൻ പർച്ചേസ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വില കൂടി, അങ്ങനെയാണെങ്കിൽ അതിന് ഉള്ളൊരു ഇതായിട്ട്. ഓക്കെ, അപ്പോൾ കമ്പനി ഒരു അലവൻസ് ഒക്കെ എന്ത് ചെയ്യും, തരും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഗ്രാൻഡഡ് ബൈ ദ എംപ്ലോയർ പീരിയോഡിക്കലി ആറ്റ് പെർസെൻറ്റേജ്. അതുപോലെ തന്നെ ഓരോ പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കും ഓരോ ഇതിനൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹൗസ് റെൻ്റ് അലവൻസ്. വാട്ട് ഈസ് ഹൗസ് റെൻ്റ്? ഇറ്റ് ഈസ് പെയ്ഡ് ടു ഫെസിലിറ്റേറ്റ് എംപ്ലോയി ഇൻ ദ അക്വയറിംഗ് ലീസിംഗ് ഓർ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ. അപ്പോൾ സപ്പോസ് അയാൾ റെൻറ്റിനാണ് താമസിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ റെൻറ്റ് കൊടുക്കാൻ കമ്പനി കൂടെ ഹെൽപ്പ് ചെയ്യുക. ഇതിനാണ് എന്ത്, ഹൗസ് റെൻ്റ്. ഇതൊക്കെ എന്താ പറയുക, എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അല്ലേ, ഇതൊക്കെ പാടെ കൂടിയതാണ് എന്ത്, സാലറി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അതുപോലെ ട്രാൻസ്പോർട്ട് അലവൻസ്. ചില ആളുകൾ ബസ്സിനായിരിക്കും വരിക, ഇനി ചില ആൾക്കാർ കാറിനാണെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കണം, ആ പെട്രോളിൻ്റെ അലവൻസ്. അതുപോലെ തന്നെ നിങ്ങൾ ബൈക്കിനാണ് വരിക, അതിനുള്ള അലവൻസ്. ഓക്കെ, എനി അതർ ഏണിങ്സ്. അതുപോലെ എന്താ, എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടും. ചിലപ്പോൾ ചിൽഡ്രൻസ് ഉണ്ടെങ്കിൽ അത് ചില കമ്പനീസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ അലവൻസ്. മെഡിക്കൽ അലവൻസ് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ അത്. അതുപോലെ തന്നെ അങ്ങനെ പല പല അലവൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ചിലപ്പോൾ ഡിഡക്ഷൻസും ഉണ്ട്. അപ്പോൾ ചില ഇതൊക്കെ എന്ത് ചെയ്യും, കമ്പനി പല പല കാര്യത്തിന് ഡിഡക്ഷൻസും കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ പ്രൊഫഷണൽ ടാക്സ്. അപ്പോൾ നോക്കടാ, ഇറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ ലെജിസ്ലേഷൻ. ഇനി എന്ന് പറയുന്നത് ഡിഡക്ഷൻസും ഉണ്ട്. അപ്പോൾ സാലറി എന്ന് പറഞ്ഞതൊക്കെ പാടെ കൂട്ടും. എന്നിട്ട് നമ്മൾ അതിന് കുറേ ഡിഡക്ഷൻസ് ഉണ്ട്. ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു CA ഒക്കെ ആണെന്ന് വിചാരിക്കും, പ്രൊഫഷണൽ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സ് പ്രകാരം അല്ലെങ്കിൽ പല പല ടാക്സ് നിയമങ്ങൾ പ്രകാരം ഇത്ര പെർസെൻറ്റേജ് ടാക്സ് പിടിച്ചിട്ടേ നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് 1,00,000 സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയും 5,000 രൂപ ഇതിൻ്റെ ടാക്സ് പിടിക്കണം. ആരോട് പറയും? ഓർഗനൈസേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുള്ളൂ? 95,000 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ 5,000 എന്ത് വരും, നമ്മുടെ കമ്പനി ടാക്സ് ആയിട്ട് കൊടുക്കും. പിന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ ആസ് എ പാർട്ട് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി. ഇതും നമ്മുടെ എന്താ പറയുക, സോഷ്യൽ ലൈഫിനെ ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഒന്നുകൂടെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഫണ്ടിങ് ആണ് ഇതെന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആണ്, നിയമം പറയുകയാണെന്ത്, തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യണം, പിടിച്ചിരിക്കണം എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ടാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് പിടിക്കുന്നത്. ഓക്കെ, യെസ്. ഇതെന്ന് പറയുന്നത് ഏതിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും? ബേസിക് പേ പ്ലസ് ഡിയറൻസ് പേ ഇഫ് എന്തെങ്കിലും അലവൻസും അതുപോലെ തന്നെ ബേസിക് പേയുടെയും മുകളിലായിരിക്കും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പെർസെൻറ്റേജ് കാണുന്നതിനാണെന്ന് പറയുന്നത് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ TDS. TDS ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും. എന്താ? ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. TDS എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ. ഇതും അനദർ ടൈപ്പ് ഓഫ് ഡിഡക്ഷൻ ആണ്. പല പല പേരാണെന്നുള്ളൂ.
KTDS. പിന്നെ റിക്കവറി ലോൺ, എന്താ പറയുക, ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്. ഇനി ഇത് നോക്കണം. ഈ TDS നമ്മൾ എന്ത് ചെയ്യുന്നവരോ, ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 12 മാസം നമ്മൾ കാണും ഈ TDS എങ്ങനെ അടക്കണം എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ക്വാർട്ടർലി നമ്മൾ എന്ത് ചെയ്യും, ആ എമൗണ്ട് ഗവൺമെൻറ്റിലോട്ട് അടക്കും. ഇനി റിക്കവറി ഓഫ് എ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ എനി എമൗണ്ട് സൈൻഡ് ബൈ ദ എംപ്ലോയി ഫോർ ഡിഡക്ഷൻ അക്കൗണ്ട് ലോൺ ടേക്കർ. ചിലപ്പോൾ നോക്കണം, നമ്മൾ സൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് 1 lakh സാലറി ഉണ്ടെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ലോൺ അടക്കാണ്ടെന്ന് വിചാരിക്കുക. നമ്മളൊരു 10 ലക്ഷത്തിൻ്റെ ലോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 50,000 വെച്ച് മാസം അടക്കണം എന്ന് വിചാരിക്കുക. അതിന് ശേഷം നമ്മൾ ഈ 1 ലക്ഷത്തിൽ നമ്മൾ എംപ്ലോയറോട് പറഞ്ഞു എന്ത്, 50,000 വെച്ച് അതിനടച്ചിട്ട് ബാക്കി എമൗണ്ട് എനിക്ക് തന്നാൽ മതി. അതിന് വെച്ചാൽ അതൊക്കെ എന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, എനി അതർ ഡിഡക്ഷൻ, പല ഡിഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പാടെ എന്താ പറയുക, അപ്പോൾ എനി അതർ ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഓക്കെ. അപ്പോൾ അതൊക്കെ പാടെ ഡിഡക്റ്റും ചെയ്യണം സാലറി. അപ്പോൾ നമ്മൾ എന്താ ഗ്രോസ് സാലറി, ദ ഗ്രോസ് എമൗണ്ട് ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഈച്ച് വിച്ച് ഈസ് നോർമലി കൺസിസ്റ്റ് ഓഫ് ബേസിക് ആൻഡ് വേരിയസ് അലവൻസ്. അതായത് ബേസിക് പ്ലസ് പല അലവൻസ് ഉണ്ടാവും. അതിനാണ് എന്ത് പറയുന്നത്, ഗ്രോസ് സാലറി അല്ലെങ്കിൽ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അലവൻസ് പറഞ്ഞാൽ സഹായങ്ങൾ എന്നപ്പോൾ അതിനർത്ഥം. ഡിയറൻ അലവൻസ്, അതുപോലെ തന്നെ ഹൗസ് റെന്റ് അലവൻസ്, സിറ്റി കോമ്പൻസേഷൻ അലവൻസ്, സിറ്റിയിൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അലവൻസ്, ട്രാൻസ്പോർട്ട് അലവേഷൻ, വരാനും പോകാനും വേണ്ടിയിട്ടുള്ള അലവൻസ്. ഓക്കെ, അതാണ് എന്ത് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് എന്താ, നമ്മളിപ്പോൾ കണ്ടില്ല കുറേ ഡിഡക്ഷൻസ്, അതൊക്കെ നിയമപരമായിട്ട് ചെയ്യേണ്ടത്. TDS പിടിച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ സാലറി. അതുപോലെ തന്നെ പ്രൊഫഷണൽ ടാക്സ് അപ്ലിക്കബിൾ ആണെങ്കിൽ അത് കൊടുക്കും. ഇതിനൊക്കെ പല നിയമം ഉണ്ട് കേട്ടോ. സാധാരണ ഇത് ചെറിയ എംപ്ലോയീസ് ഉണ്ടാവില്ല, 500 രൂപക്കും 800 രൂപക്കൊക്കെ ഒരു ഡേയിൽ കിട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് ഒരു ഡേ, അവർക്കൊന്നും ആക്ച്വലി ഇത് അപ്ലിക്കബിൾ അല്ല കേട്ടോ. ഇതൊക്കെ വലിയ എന്താ പറയുക, നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്കാണ് ഈ ടാക്സും ഇതൊക്കെ വരുന്നത്. ഓക്കെ, അതാണ് ഡിഡക്ഷൻസ്. അതന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് നെറ്റ് സാലറി പറഞ്ഞാൽ എന്താ, നമ്മൾ ബേസിക് സാലറിയും പ്ലസ് അലവൻസും ഇതൊക്കെ പാടെ കൂട്ടുന്നു. എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു, പല ഡിഡക്ഷൻസ് ഇല്ലേ, ആ ഡിഡക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, എന്നിട്ട് ദ നെറ്റ് എമൗണ്ട് ഓഫ് ദി ഡിഫറൻസ് അതായിരിക്കും എന്നിട്ടോ ദ ഗ്രോസ് സാലറി ആൻഡ് ഡിഡക്ഷൻസ്. നെറ്റ് എമൗണ്ട് സാലറീസ് ടു പെയ്ഡ് ഈച്ച് എംപ്ലോയി അറ്റ് ദ എൻഡ് ഓഫ് മന്ത്. അപ്പോൾ നോക്കടാ, ഈ ഡിഡക്ഷൻസ് ഒക്കെ കണ്ടിട്ട് ഇതൊക്കെ ആരെ കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മുടെ കമ്പനിയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ കമ്പനി കാൽക്കുലേറ്റ് ചെയ്ത് പല ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണോ കൊടുക്കാനുള്ളത് ആ എമൗണ്ട് എന്ത് ചെയ്യും, എംപ്ലോയിയുടെ അക്കൗണ്ടിലോട്ട് ഇട്ടു. ഓക്കെ, ഇനി എലമെന്റ്സ് പേറോളിൽ ഉപയോഗിക്കുന്ന പല എലമെന്റ്സ്. ഒന്നാണ് ബേസിക് പേ ഉണ്ട്, അതിന് BPE എന്ന് പറയും. അതെങ്ങനെ കാണാം, ബേസിക് പേ എംപ്ലോയി ഇസ് എ ബേസിക് പേ കാൽക്കുലേറ്റ് വിത്ത് റെഫറൻസ് ഓഫ് എഫക്റ്റീവ് ഓഫ് ഡേയ്സ് പ്രസന്റ്. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു എംപ്ലോയി 30 ദിവസമാണല്ലോ സാധാരണ ഒരു മാസത്തിൽ. സോ ആകെ 10 ദിവസം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇയാൾക്ക് സാലറി ഫുള്ള് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ എത്ര ദിവസമാണ് വന്നത് ഉണ്ടാവും. ഈ NOEDP എന്ന് പറഞ്ഞാൽ എന്താ പറയുക, NOEDP എന്ന് പറഞ്ഞാൽ എന്താ, നോർമൽ എഫക്റ്റീവ് ഡേറ്റ് പ്രസൻറ്റ്. നോർമൽ എഫക്റ്റീവ് ഡേറ്റ് പ്രസൻറ്റ്. ഓക്കെ, ഡിവൈഡഡ് ബൈ NODE എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ദിവസമാണ് ലീവ് എടുത്തത്. ഓക്കെ, അത് ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും എത്ര ദിവസമാണ് ലീവ് എടുത്തത് നോക്കിയിട്ട്. ഓക്കെ, യെസ്. അപ്പോൾ അതോടെ BP എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അത് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്, BP ബേസിക് പേ ഇൻറ്റു എന്താ പറയുക, നമ്പർ ഓഫ് എഫക്റ്റീവ് ഡേയ്സ് ഓഫ് പ്രസൻറ്റ്. ഓക്കെ, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി DA എന്ന് പറഞ്ഞാൽ എന്താ, ഡിയർ അലവൻസ് എങ്ങനെ കാണാം, ബേസിക് പേ എന്താ പറയുക, പേ ഏൺഡ്, ബേസിക് പേ ഏൺഡ് പറഞ്ഞിട്ട് ബേസിക് സാലറി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ എത്രയാണ് അപ്ലിക്കബിൾ റേറ്റ്, ഒരു പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടാവും. ആ പെർസെൻറ്റേജ് HRIയും BPയുടെ മുകളിൽ കൊടുക്കുക. അപ്ലിക്കബിൾ റേറ്റ് എത്ര വെച്ചാൽ ടിയും തന്നെ ഫിക്സ്ഡ് എമൗണ്ട് അല്ലെങ്കിൽ ഓൺ പെർസെൻറ്റേജ് ഓഫ് ബേസിസ്, ഒന്നല്ലെങ്കിൽ പെർസെൻറ്റേജ് ബേസിസ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഫിക്സ്ഡ് എമൗണ്ട് TR കൊടുക്കും. ഇനി ടോട്ടൽ ഏണിങ്സ് പറഞ്ഞാൽ എന്താ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഏത് ബേസിക് എന്താ പറയുക, ബേസിക് പേയും ഡിയർ അലവൻസും അതുപോലെ തന്നെ HRIയും TRIയും ട്രാവലൻസ് എല്ലാം പാടും. പ്രൊവിഡൻറ്റ് ഫണ്ട് എന്താണെന്ന് പറഞ്ഞത്, ദിസ് കാൽക്കുലേറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് എങ്ങനെ കാണാം, BPE ഇൻറ്റു PF റൈറ്റ് പ്ലസ് എൻഡ്. ഓക്കെ, ഒരു പെർസെൻറ്റേജ് PF എങ്ങനെ പിടിക്കുക വെച്ചാൽ എന്താ പറയുക, ബേസിക് പേയബിൾ എത്രയാണോ അതിൻ്റെ ഒരു എമൗണ്ട് ആണ് സാധാരണ നമ്മൾ ഇത് പിടിക്കാറ്,
പ്രൊവിഡന്റ് ഫണ്ട്. ഡിഡക്ഷൻസും ലോൺസും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമ്മളിവിടെ പഠിക്കുന്നു എന്തായിരുന്നു NOEDP, നമ്പർ ഓഫ് എഫക്റ്റീവ് ഡേയ്സ് പ്രസന്റ്. ഓക്കെ, ഇനി NOEDP എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ മന്ത്, അതാണ് ഇവിടെ കേട്ടോ. ഇവിടെ NODM ഇല്ലേ, അതെന്താ? നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് എ മന്ത്. ഓക്കെ, നെറ്റ് സാലറി എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ ഏർണിങ്സ് മൈനസ് ടോട്ടൽ ഡിഡക്ഷൻസ്. ഓക്കെ, ബേസിക് പേബിൾ എങ്ങനെ കാണാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ മെനി ഇക്വേഷൻസ് കിട്ടും കേട്ടോ. പിന്നെ വീണ്ടും HRI എത്രയാന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പല പല ഇക്വേഷൻസ്. അപ്പോൾ അത് കഴിഞ്ഞു, കുറേ ഇക്വേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നോ? ഓക്കെ, ഞാൻ എക്സാമിൻ്റെ ഒരു പോർഷൻ കവർ ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഡിപ്രീസിയേഷൻ നമ്മൾ നോക്കിയേ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല പല മെത്തേഡ്സ് ഉണ്ട്. ഇറ്റ്സ് കാൽക്കുലേറ്റഡ് അക്കോർഡിംഗ് ടു ദ പോളിസി ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഏത് പോളിസിയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ദർ ആർ ബേസിക്കലി 2 മെത്തേഡ്സ്. 2 തരം മെത്തേഡ്സ് ആണ് ഡിപ്രീസിയേഷൻ സാധാരണയായിട്ട് കാണിക്കുന്നത്. ഒന്നാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, ഇപ്പോൾ തന്നെ പഠിച്ചോ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. രണ്ടാമതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, SLM എന്ന് പറയും സ്ട്രേറ്റ് ലൈൻ മെത്തേഡിനെ. രണ്ടാമത്തിന് WDV എന്ന് പറയും. WDV പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. മറ്റേതോ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. ഓക്കെ, യെസ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഷെഡ്യൂൾ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഡിപ്രീസിയേഷൻ നമ്മുടെ അസറ്റിൽ നിന്നും കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ അസറ്റിന്റെ വാല്യൂ കണ്ടെത്തണം. ഓക്കെ, യെസ്. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അസറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ അതിന് പറയുന്നത് SLM എന്നൊക്കെ പറയുന്നത് എന്തായാലും ഇപ്പോൾ എന്താണെന്ന് നമുക്ക് പറയാനില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 2 രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ കാണുന്നത്. ഓക്കെ, ഡിപ്രീസിയേഷൻ ഓൺ ആൻ അലോക്കേഷൻ ഫോർ ഡിപ്രീഷ്യൽ കോസ്റ്റ് ഓഫ് ആൻ നോൺ കറന്റ് അസറ്റ്. അസറ്റ് ഈസ് ഓവർ എ യൂസ്ഫുൾ ലൈഫ്. ഇപ്പോൾ യൂസ്ഫുൾ ലൈഫ് എത്ര കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ കാണുന്നത്. ഓക്കെ, യെസ്. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അസറ്റ് അക്കൗണ്ടിങ്. ഫസ്റ്റ് വണ്ണാണ് അസറ്റ് ഫോളോയിങ് കാറ്റഗറൈസ്. അസറ്റിനെ നമ്മുടെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിന് വേണ്ടി താഴെ പറയുന്ന കാര്യങ്ങളോട്ടൊക്കെ കാറ്റഗറൈസ് ചെയ്യും. ഫസ്റ്റ് ഗുഡ് വില്ല്, അതുപോലെ തന്നെ ലാൻഡ് ഫ്രീ ഹോൾഡ്, ലാൻഡ് ഗുഡ് വില്ല് എന്താ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്താണ്. പിന്നെ ബിൽഡിങ്ങിൽ എന്താ വരിക? ഫാക്ടറി ബിൽഡിംഗ്, ഓഫീസ് ബിൽഡിംഗ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി അത് വരും. ഫർണിച്ചർ ആൻഡ് ഫിസ്റ്റേഴ്സ്, നമ്മുടെ അടുത്തുള്ള കുറേ ഫർണിച്ചർ, ബെഞ്ച്, ഡെസ്ക്, മേശ അതെന്ന് പറഞ്ഞിട്ട് സോഫ തുടങ്ങിയുള്ള കുറേ ഫർണിച്ചർ ഇല്ലേ അത്. വെഹിക്കിൾസ്, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് നമ്മുടെ ക്യാപിറ്റൽ ഇങ്ങനെ മറിച്ച് നമുക്കിത് വാങ്ങാനും വിൽക്കാനൊക്കെ ക്യാഷ് ഉണ്ട്, അതിന് ക്യാപിറ്റൽ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അതേഴ്സ് വേറുള്ളതും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമുക്ക് അസറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ നോക്കിക്കോ, ആദ്യം നമ്മൾ അക്വിസിഷൻ കോസ്റ്റ് കാണണം. എന്താ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ആ ഒരു സാധനം എന്താണ്? ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒരു എക്സാമ്പിൾ എന്തെടുക്കാം, AC. ഇപ്പം AC വാങ്ങാൻ എത്ര രൂപ ചിലവായോ അതാണ് അക്വിസിഷൻ കോസ്റ്റ്. അതിനെന്തൊക്കെ വരും? ഒന്നെന്ന് പറയുന്നത് പർച്ചേസ് വാല്യൂ. ACക്ക് ഒരു 30,000 വന്നു വെച്ചാൽ 30,000 പ്ലസ് അതർ എക്സ്പെൻസ് സച്ച് ആസ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മളത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിലോട്ട് കൊണ്ടുവരാൻ ഒരു 1000 രൂപ ഒന്ന് വിചാരിക്കാം. അപ്പോൾ എത്ര ഇപ്പോൾ ടോട്ടൽ? 31,000 പ്ലസ് ഇൻസ്റ്റാളേഷൻ. നമ്മൾ എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് വീണ്ടും അയാൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന ആൾക്ക് ഒരു 1000 രൂപ എടുത്തു വിചാരിക്കും. ഇപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എത്രയായി? ശരിക്കും അപ്പോൾ 30,000 റുപ്യക്കാണ് നമ്മൾ AC മേടിച്ചതെന്നുണ്ടെങ്കിലും ആക്ച്വൽ ഒരു AC ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഇതിന് എത്ര രൂപയായി? 32,000 രൂപ. അപ്പോൾ ഈ 32,000 രൂപക്കാണ് എന്ത് ചെയ്യേണ്ടത്? ആ AC നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി അപ്പോൾ അക്വിസിഷൻ കോസ്റ്റ് കണ്ടല്ലോ, ഇങ്ങനെയാണ് അക്വിസിഷൻ കോസ്റ്റ്. ഇനി ടോട്ടൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് എങ്ങനെ കാണാം? ഫസ്റ്റ് ഇനി ഡിപ്രീസിയേറ്റ് ചെയ്യുന്ന ഏത് എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ ഡിപ്രീസിയേറ്റ് ചെയ്യേണ്ടത്? അതെങ്ങനെയാണ്? അക്വിസിഷൻ കോസ്റ്റ്, അതെന്താ മനസ്സിലായല്ലോ? വാങ്ങാൻ, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒക്കെ ആയിട്ടുള്ള ടോട്ടൽ ചിലവ് മൈനസ് സാൽവേജ് വാല്യൂ. വാട്ട് ഈ സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ? എടാ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്നും പറയും. സാൽവേജ് പറഞ്ഞാൽ ഈ സാധനം ഇത് അവസാനം പഴകി എന്ന് വിചാരിച്ച് പഴകി നമുക്കിതൊന്ന് വിറ്റപ്പോൾ നമുക്ക് 7,000 രൂപ കിട്ടും. നമ്മളിത് അവസാനത്ത് 10 കൊല്ലം എത്ര ഉപയോഗിച്ചിട്ട്?
ഇത്ര ഉപയോഗിച്ചെടുത്ത് കേടായിട്ട് വിറ്റാൽ 7,000 റുപ്യ കിട്ടുമെന്ന് വിചാരിക്കും. അങ്ങനെ വെച്ചാൽ ഇത് 7,000 ആണ് എന്ത് ഇതിൻ്റെ സാൽവേജ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ. അതായത് അത് ഉപയോഗശൂന്യമായിട്ട് നമ്മൾ വിറ്റ എത്ര രൂപ കിട്ടും, അതാണ് അതിൻ്റെ സാൽവേജ് വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയായിരിക്കും? 32,000 മൈനസ് 7,000. അപ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ട് ഏതിൻ്റെ മുകളിലാണ്? 25,000. ഓക്കെ, ഈ 25,000-ന് മുകളിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാണുന്നുണ്ട്. ഇനി സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ഇങ്ങനെ കാണാം. ടോട്ടൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഡിവൈഡഡ് ബൈ എക്സ്പെക്ട് യൂസ്ഫുൾ ലൈഫ്. സപ്പോസ് ഇത് 5 വർഷം ഈ AC ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. അതിനെ വെച്ചാൽ എത്ര ഡിപ്രീസിയേഷൻ എമൗണ്ട്? 25,000 ഡിവൈഡഡ് ബൈ 5 വർഷം എത്ര? അപ്പോൾ ഒരു വർഷം എത്ര ഡിപ്രീസിയേഷൻ വരിക? 5,000. മനസ്സിലാവുന്നുണ്ടോ? ഇനി റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്താ? സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഡിപ്രീസിയേഷൻ്റെ റേറ്റ് എങ്ങനെയാണ്? എത്രയാണ്? അപ്പോൾ 5,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്ര? 25,000. ഇതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? ഇൻറ്റു 100 ചെയ്യുമ്പോൾ 20% കിട്ടും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലാവുന്നുണ്ടോ? എന്തിനാ നമ്മൾ ഈ സാൽവേജ് വാല്യൂ പറയുന്നത് 7,000 കുറക്കുന്നതെന്നറിയോ? അത് ആക്ച്വലി ഡിപ്രീസിയേറ്റ് പോകണ്ടല്ലോ. അത് നമ്മളിപ്പോൾ ഈ ഡിപ്രീസിയേഷൻ 5 കൊല്ലത്തിനാണെന്നുണ്ടെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് ഈ ACക്ക് 7,000 റുപ്യ കിട്ടിക്കോളും. മനസ്സിലായോ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 7,000. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ എമൗണ്ട് അത് എടുക്കാത്തത്. ഇതുണ്ടോ? ഇതൊക്കെ അവർ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തന്നതാണ്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് ആവശ്യമില്ല, സോ ഞാൻ അതുകൊണ്ട് സ്കിപ്പ് ചെയ്തു പോകും. ഇനി അടുത്താണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. എന്താ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഇതിന് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ഫിക്സ്ഡ് റേറ്റ് ഓൺ കോസ്റ്റ് ഓഫ് ആക്സസ് റെഡ്യൂസ്ഡ് ബൈ ദ എമൗണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് അപ് ടു ഡേറ്റ്. ഓക്കെ, യെസ്. അതായത് ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എമൗണ്ട് നമ്മളാണ് കുറയ്ക്കും. ഓക്കെ ഓക്കെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു അസറ്റ് നേരത്തെ AC തന്നെ വിചാരിച്ചു 35,000 റുപ്യാണ് ACക്ക് നമുക്ക് ചിലവ് വന്നത്, അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് 5,000. അതായത് ഇതിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയായിരിക്കും? 35,000-ന് 5,000 പോയാൽ 30,000. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഞാൻ 10% ആണ് എന്ത് ചെയ്യുന്നത്? ഓരോ വർഷവും ഇതിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയിട്ട് കാണുന്നത്. അങ്ങനെ വെച്ചാൽ ഫസ്റ്റ് വർഷത്തിൽ എത്ര കുറക്കേണ്ടി വരും? 30,000-ന് 3,000 ആയിരിക്കും ഡിപ്രീസിയേഷൻ ഉണ്ടാവുക. പിന്നെ എത്ര കമ്പനിക്ക് ഈ ACയുടെ വാല്യൂ ഉണ്ടാവുള്ളൂ ഒരു വർഷം കഴിയുമ്പോൾ? 27,000 മാറും. രണ്ടാമത്തെ വർഷം 27,000-ൻ്റെ 10% കുറക്കുക. എത്ര? 2,700. സോ അങ്ങനെ കുറയ്ക്കുക. ഓക്കെ, യെസ്. അങ്ങനെ കാണുന്നതിന് എന്ന് പറയുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ അതോടുകൂടെ എന്ത് ചെയ്തു? ഈ ചാപ്റ്റർ കഴിഞ്ഞു. ബേസിക് പേ എന്താ, ഗ്രേഡ് പേ എന്താ, ഡെയർ അലവൻസ്, പല പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പ്രൊഫഷണൽ ടാക്സ്, പ്രൊവിഡൻസ് ടാക്സ്, ടാക്സ് ഡിഡക്ഷൻ, അതുപോലെ ഡിപ്രീസിയേഷൻ, അതുപോലെ തന്നെ എന്താ പറയുക എക്സൽ വർക്ക്ഷീറ്റ്, സ്ട്രേറ്റ് ലൈൻ എന്താണ്, ഡിമിനിഷിങ് ബാലൻസ് എന്താണ്, അതുപോലെ തന്നെ ഡിക്ലൈൻ ബാലൻസ്. ഓക്കെ, ഇതൊക്കെ ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻസിലോട്ട് വരുമ്പോൾ ഒന്നുകൂടെ കൂടുതൽ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഡിമിനിഷിങ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ബാക്കിയുള്ള ഈ 27,000-ന് എന്ത് പറയുന്നത്? ഡിമിനിഷിങ് ബാലൻസ് ആണ്. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നോക്കാം. ഇനി ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്. ഓക്കെ, ആ ഒരു ഏരിയ വരുന്നത്. ഓക്കെ, നമ്മൾ ഈ എക്സലും ഈ കമ്പ്യൂട്ടറൈസ്ഡ് നോളജിലൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഡാറ്റാസ് അനാലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എന്താ പറയുക പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്രാഫും ചാർട്ടും. ഓക്കെ, അപ്പോൾ നോക്കിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? സേ ദ മീനിങ് ഓഫ് ഗ്രാഫ് ആൻഡ് ചാർട്ട്. ഗ്രാഫും ചാർട്ടും പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റ് ചാർട്ട് ഓൺ എക്സൽ. എക്സലിൽ എങ്ങനെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക? മോഡിഫൈ ദ എക്സൽ ഷീറ്റ്. എക്സലിൽ എങ്ങനെയാണ് നമ്മൾ ഇത് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അതുപോലെ അണ്ടർസ്റ്റാൻഡ് ദ ചാർട്ട് ടൂൾസ് ആൻഡ് യൂസേഴ്സ് ഇൻ എക്സൽ. എക്സൽ ഇതൊക്കെ എങ്ങനെ ചെയ്യാം? എന്താ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഫസ്റ്റ് ഗ്രാഫ് ആൻഡ് ചാർട്ട് ആർ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? പല പല വിവരങ്ങൾ. ഈ വിവരങ്ങൾ ഇപ്പോൾ ഈ ടെസ്റ്റ് തന്നെ നോക്കിയിടാം എത്രത്തോളം ഡിഫിക്കൽട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ ചില ഏരിയാസ്. ബിക്കോസ് ഇതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുറേ എഴുതി വെച്ചിരിക്കുകയാണ്. ഏത് കാര്യം ഇങ്ങനെ കുറേ വാരി വലിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ്, അത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്.
ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് ഗ്രാഫും ചാർട്ടൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അല്ല, ഗ്രാഫും ചാർട്ടല്ല, ഡാറ്റകൾ ഇങ്ങനെ റോ ആയിട്ട് ഇങ്ങനെ ചുമ്മാ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ടാണ്. സോ അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു വെച്ചാൽ അതിനെ നമ്മൾ പിക്ചറൈസ് ചെയ്തു, പല പല പിക്ചറിലോട്ടാക്കി. അപ്പോൾ ആ പിക്ചറൈസ് ചെയ്തതാണ് ഈ ഗ്രാഫും ചാർട്ടും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ പറയുന്നത് ഈ ഗ്രാഫൊക്കെ എന്ന് പറയുന്നത് 2 ഡയമെൻഷനാണ് പറയുന്നത്, 2D ആണ്. ഇപ്പോൾ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 2D ആണ്. അപ്പോൾ അതിനെ നോക്കണം, അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു എക്സ് ആക്സിസും ഉണ്ടാവും, ഒരു വൈ ആക്സിസും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും എക്സ് ആക്സിസും വൈ ആക്സിസും എന്ന് പറഞ്ഞൊക്കെ ഒരു ഇതുണ്ട്. അതൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇമാജിനേഷനാണ് എക്സും വൈ ഒക്കെ ഉണ്ടെന്ന്. ആക്ച്വലി അങ്ങനെ ഒരു എക്സും വൈ ഒന്നുമില്ല, നമ്മുടെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയത്. ഓക്കെ, ഇനി നോക്കടാ, എക്സൽ ഓഫേഴ്സ് മെനി ടൈപ്പ് ഓഫ് ചാർട്ട്. പല പല ചാർട്ട് ആര് ഓഫർ ചെയ്യുന്നുണ്ട്? നമ്മുടെ എക്സൽ ഓഫർ ചെയ്യുന്നുണ്ട്. കോളം ചാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ പൈ ചാർട്ട് ഉണ്ട്, ബാർ ചാർട്ട് ഉണ്ട്, സ്കാറ്റർ ആൻഡ് മോർ. അങ്ങനെ കുറേ ചാർട്ടുകൾ, അതായത് ഡാറ്റ ബേസ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയൊക്കെ ചാർട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പല പല ചാർട്ട് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇപ്പോൾ ഇങ്ങനെ ഗ്രാഫൊക്കെ വരച്ചിട്ട് അതിലിങ്ങനെ കുറേ ഇതൊക്കെ അടയാളപ്പെടുത്തിയിട്ട് കണ്ടിട്ടില്ലേ? അതൊക്കെ ചാർട്ടാണ്. സോ അതിലെന്തിനാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ പല പല ചാർട്ട് ഇതുണ്ട്. അപ്പോൾ ഇത് ഉണ്ടോ, ഒരു ചാർട്ടാണ് ഈ കാണുന്നത്. ഇനി താഴെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, യൂസിങ് ചാർട്ട് ഓർ ഗ്രാഫ് ടൂൾ എങ്ങനെ ഉപയോഗിക്കാൻ? ഫസ്റ്റ് നമ്മൾ സെല്ല് എടുക്കണം. ഏത് സെല്ലാച്ചാൽ സെലക്ട് ചെയ്യുക. പിന്നെ അതിൽ ഇൻസേർട്ട് പോയിട്ട്, ഇൻസേർട്ട് എന്നൊക്കെ പറയുന്ന കമ്പ്യൂട്ടറിൽ ഓപ്ഷനാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് ഇൻസേർട്ട് എന്ന് എഴുതിക്കണം, നമ്മൾ നേരത്തെ കണ്ട എക്സെല്. പിന്നെ അതിൽ ചാർട്ട് എടുക്കുക. ഓക്കെ, ഇനി മോഡിഫൈ ചാർട്ട് കൊടുക്കുക, അടുത്ത സ്റ്റെപ്പ്. എന്നിട്ട് ചാർട്ട് എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, മൂവ് ടു ഡിസൈൻ. ഏതാണ് ഡിസൈൻ വെച്ചാൽ ആ ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ ജസ്റ്റ് നിങ്ങൾ കേട്ടിരുന്നാൽ മതി കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ സെലക്ട് ഡാറ്റ, ഡിസൈൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും നമുക്ക്, എന്നിട്ട് എന്ത് ചെയ്യുക, സ്വിച്ച് കോളം ഡിസൈൻ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ലേ ഔട്ടും ചാർട്ടായിട്ടും ടാറ്റ് ടേബിൾസ് ഒക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ചാർട്ടായിട്ട് വന്നോളൂ കേട്ടോ. പിന്നെ ചാർട്ട് ടൂൾസ് എന്നുണ്ട്, പല പല ചാർട്ടുകളുണ്ട്. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സെല് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ എക്സെല്ലോട്ട് പോവാണ്. എക്സെല്ലോട്ട് ഈ ചാർട്ടൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് ജസ്റ്റ് കാണിച്ചു തരാം. സോ നോക്കിക്കോ, ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പം നമ്മളവിടെ അതിൽ നമ്മൾ ഇൻസേർട്ടിൽ പോയാൽ ഇവിടെ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് പല ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം അതിലിങ്ങനെ ക്ലിക്ക് ചെയ്താണ് ഇതുണ്ട്, ഇങ്ങനെയൊക്കെ ചാർട്ട്. നിങ്ങൾ അതുപോലെ തന്നെ പൈ ചാർട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇവിടെ ഡാറ്റ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനത്തെ പല പല ചാർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ പൈ ചാർട്ട് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഇത് കാണിക്കാം. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ചാർട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ ജസ്റ്റ് പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, യെസ്, ഞാൻ ഗൂഗിളിലൂടെ ഒന്ന് എടുത്ത് കാണിച്ചു. ഇപ്പോൾ ഏതിൽ നോക്കി ഞാൻ ജസ്റ്റ് പൈ ചാർട്ട് നടിച്ചപ്പോൾ കുറേ പൈ ചാർട്ടുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കട്ടെ, സെയിൽസ് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ടോ? ഇതിലുണ്ട് ടോയ്സ് എത്ര ശതമാനം ഉണ്ട്. ഈ ബ്ലൂ കാണുന്നത് ടോയ്സ്. സോ 14%. ഏതൊരു കമ്പനിയുടെ സെയിൽസ് ചാർട്ടാണ്, സെയിൽസിൻ്റെ ചാർട്ടാണ്. ഫർണിച്ചർ എത്ര, 43% അവർ വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം റിലേറ്റഡ് അവരെത്ര, 15%. ഉണ്ട്, ഈ കളർ വെച്ചിട്ടാണ് ഇവർ എത്ര ശതമാനം എന്ത്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഡാറ്റാസ് മനസ്സിലാക്കാൻ പറ്റും. ഉണ്ട്, അപ്പോൾ വേറെ നോക്കിയാൽ ബൈജൂസിൻ്റെ ഒരു ഇതിവിടെ കാണാം. നോക്കിയേ, മാത്തമാറ്റിക്സ് എത്ര, 108%. സയൻസ് എത്ര ശതമാനം, 81%. സോഷ്യൽ സയൻസ് എത്ര, 45%. ഇംഗ്ലീഷ് എത്ര, 72%. ഹിന്ദി എത്ര, 54%. അപ്പം ഇതിലൂടെയൊക്കെ ഉണ്ട് ഡാറ്റ, പല പല ഡാറ്റാസ് എന്ത് ചെയ്യാണ്, റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലാവും, ഇതിനാണ് അപ്പോൾ പൈ ചാർട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ പൈ ചാർട്ട് എന്താണെന്നുള്ളതും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പൈ ചാർട്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇനി ലിമിറ്റേഷൻസ് ഓഫ് എ ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ടിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ പരിമിതികൾ എന്താ? ദ ചാർട്ട് ഏരിയ, ദ എൻ്റർ ചാർട്ട് ഇൻക്ലൂഡിങ് ഓൾ എലമെൻറ്റ്സ്. ഒന്ന് പറയുന്നത് ദ എൻ്റർ ചാർട്ട് ഇൻക്ലൂഡ് എല്ലാ എലമെൻറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു പോരായ്മയായിട്ടാണ് പറയുന്നത്. ദ പ്ലോട്ട് ഏരിയ, നമുക്ക് നോക്കിക്കോ, ഇവിടെ 2 ഡയമെൻഷൻസ് മാത്രമാണ്. ഞാൻ പറഞ്ഞു ഇതൊരു 2D ഡയമെൻഷനാണ്. ഇപ്പോൾ 3D ആകുമ്പോൾ ആക്ച്വലി 3 വാല്യൂസ് ഉണ്ടാവും. ഇപ്പോൾ ഹൈറ്റ്,
എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂടെ അഡീഷണൽ ആയിട്ട് വരും. ഇപ്പോൾ 3D പറഞ്ഞാൽ എന്താ 3 ഡയമെൻഷൻസ്. അതപ്പോൾ 2D ചാർട്ട് ആകുമ്പോൾ 3 കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 2 കാര്യങ്ങൾ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡാറ്റ പോയിന്റ്സ് എന്താ, ഇൻഡിവിജ്വൽ വാല്യൂ സ്പോട്ടഡ് ഇൻ ചാർട്ട് ഈ റെപ്രസെൻറ്റഡ് ബൈ ബാർ. ഒന്ന് നമ്മൾ ഇൻഡിവിജ്വൽ ഡാറ്റാസ് നമ്മൾ ബാർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ലൈൻസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പൈ ആണെങ്കിലോ അതിനെ എന്താ പറയുക, പൈ ഓർ വേരിയസ് അതർ ഷേപ്സ് ഓർ കോൾഡ് ഡാറ്റ മാർക്കേഴ്സ്. അതായത് ഈ ഇപ്പോൾ പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് ഈ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിന് നമ്മൾ പറയും പൈ ചാർട്ട്. ബാറുകളായിട്ട് ഇങ്ങനെ ബാറായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് ബാർ ഗ്രാഫ്സ് എന്നൊക്കെ പറയും. അതിന് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ മേക്കേഴ്സ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ മാർക്കേഴ്സ്, മേക്കേഴ്സ് അല്ല മാർക്കേഴ്സ്. പിന്നെ അതിന് നമ്മൾ ഡാറ്റ സീരീസ് എന്ന് പറയും, ഡാറ്റ പോയിന്റ്സ്. ഓക്കെ, പിന്നെ ഇത് ഹോറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ആക്സിസ്. നോക്കടാ, അതൊരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. ദ എക്സ് ആക്സിസ് യൂഷ്വലി ദ ഹോറിസോണ്ടൽ, എക്സ് ആക്സിസ് ഇങ്ങനെ വരക്കുന്നതാണ് എക്സ് ആക്സിസ്. അതുപോലെ തന്നെ വേർട്ടിക്കലി വരക്കുന്നതാണ് അത് വൈ ആക്സിസ്. ഓക്കെ, യെസ്. വിച്ച് കണ്ടെയ്ൻസ് ഇൻഡിപെൻഡൻറ്റ് വാല്യൂസ്, അതായത് ചേഞ്ച് ചെയ്യാത്ത വാല്യൂസ്, എന്താ പറയുക, അതിലാണ് നമ്മൾ വരക്കാറുള്ളത്. ആൻഡ് ദ വൈ ആക്സിസ് ഇങ്ങനെ വേർട്ടിക്കലി വരക്കുന്നതാണ് വൈ ആക്സിസ്, അതിന് പറയുന്നതാണ് കണ്ടെയ്ൻ ഡാറ്റ ഡിപ്പെൻഡൻറ്റ് വാല്യൂസ്. അപ്പോൾ മറ്റതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏത് വാല്യൂസ് ആണോ വെച്ചാൽ അതാവും. ഓക്കെ, യെസ്. പിന്നെ ഇത് ലെജൻഡ്. ഇറ്റ് ഈസ് ദ ഐഡൻറ്റിഫൈ എ പീസ് ഓഫ് ഇൻഫർമേഷൻ, ഷോ ദ ചാർട്ട്. ദ ലെജൻഡ്സ് ആർ അസൈൻ ടു ഡാറ്റ സീരീസ് ഓർ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. ലെജൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത്രയാണ്, പീസ് ഓഫ് ഇൻഫർമേഷൻ ഷോൺ ഇൻ ദ ചാർട്ട്. ചാർട്ടിൽ കുറേ ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, അതിന് ലെജൻഡ് വേണം. എ ചാർട്ട് ആൻഡ് ആക്സസ് ടൈറ്റിൽസ്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഓഫ് ചാർട്ട് ടൈറ്റിൽസ് ആൻഡ് ആക്സസ് ടൈറ്റിൽ. ഇവിടെ നമ്മുടെ എന്താണ് ഇപ്പോൾ ഈ ചാർട്ട്, ഇവിടെ താഴെ ടൈമാണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ ഇനി വേറെ പോപ്പുലേഷൻ ആണെങ്കിൽ പോപ്പുലേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ പറയുന്നത് ആക്സസ് ടൈറ്റിൽ എന്നൊക്കെ പറയും. ഓക്കെ, പിന്നെ ഡാറ്റ ലേബിൾഡ്, ദിസ് പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ ഡാറ്റ മാർക്കർ ഐഡന്റിഫൈ ദ. ഇപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ ആ പൈ ചാർട്ടിൻ്റെ താഴേക്ക് ഒരു കളറൊക്കെ കണ്ടില്ല, കളർ ഇട്ടിട്ട് ഓരോന്നും എഴുതിയിട്ടില്ല, അതിനൊക്കെയാണ് പറയുന്നത് ഡാറ്റ ലേബിൾഡ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ നോക്കടാ, ഇതിലോട്ട് നോക്കി, ഇതാണ് പൈ ചാർട്ട് തന്നിരിക്കുന്നത്. ഇതിലുണ്ടോ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ കളറൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്, സയൻസിന് യെല്ലോ കളർ. സോ ഇതൊക്കെ എന്താണ്, ഡാറ്റ എന്ത് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഉണ്ടോ, അതൊക്കെ ഡാറ്റ ലേബിൾസ് ആണ്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ ലേബിൾസ് ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഗ്രാഫ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, താഴെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഒക്കെ നമ്മൾ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഇനി അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഗ്രാഫ്. എന്തിനാണ് ഗ്രാഫും ചാർട്ടൊക്കെ ഉപയോഗിക്കുന്നത്, എന്തിനാ, ഹെൽപ്പ് ടു എക്സ്പ്ലോർ. നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ മെനി ടൈംസ് ഉള്ളി ടു ദ റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയസ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അതാണ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ. രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഹെൽപ്പ് ടു പ്രസൻറ്റ്. നമുക്കിപ്പോൾ മറ്റൊരാളുടെ ഒരു മീറ്റിങ്ങിന് മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഹെൽപ്പ് ടു കൺവീനിയൻസ്, കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കാൻ പറ്റും. ഓക്കെ, അതിനൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ. അപ്പോൾ ഈ 3 നിങ്ങൾ പഠിക്കണം, ഹെൽപ്പ് ടു എക്സ്പ്ലോർ, ഹെൽപ്പ് ടു പ്രസൻറ്റ്, ഹെൽപ്പ് ടു കൺവീൻസ്. ഓക്കെ, സോ അതോടുകൂടെ ഈ ഒരു ചാപ്റ്റർ തീരുകയാണ്. സോ ഇതെന്ന് പറയുന്നത് ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അതിനോ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇതൊന്ന് വായിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് എക്സാമിന് വലിയ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. ഈ ചാപ്റ്റേഴ്സ് നമ്മൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് നോക്കുകയായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. സോ ഇതിൽ കുറേ ഒന്നാമത് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത ആൾക്കാർക്ക് ഇറ്റ്സ് വെരി സിമ്പിൾ, ബട്ട് അതേഴ്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ശ്രദ്ധിച്ച് ജസ്റ്റ് വായിക്കുക, ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിക്കോട്ടെ, ഇതിൽ ഇനി ഒരു യൂണിറ്റ് കൂടി ഉണ്ട്. ആ യൂണിറ്റിൻ്റെ പേരാണെന്ത്, ഓക്കെ, ഇനി അടുത്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, ആ യൂണിറ്റ് കൂടെ ഇതിൽ പെൻഡിങ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യാം അടുത്തൊരു ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് കേട്ട് ചെയ്താൽ മതി ഈ ചാപ്റ്റർ. ഓക്കെ, നമുക്കൊരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ,
followers. Bye.